ഒരു ലോഡ് പെറ്റൂണിയെ വെട്ടിക്കൊണ്ട് ഞാൻ പോകും. എന്തിനാന്നറിയാം? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അടിപൊളിയല്ലേ? സുമിയേ, എന്തോ എന്ത് പരിപാടിയായി കാണിക്കുന്നത്? മൊത്തം അങ്ങ് വെട്ടുമായിട്ടാ. ചെടിയൊക്കെ അങ്ങ് വെട്ടിക്കളാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കണ്ട് ഇത്രയും നല്ല ഭംഗിയുള്ള സാധനം ഞാൻ അത് കസേരയൊക്കെ എടുത്തിട്ട് മാഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുക. എല്ലാം വെട്ടുക. ചുമ്മാ നമ്മൾ കൊണ്ട് ഗീവവേക്ക് ഇട്ടിട്ട് കൊടുക്കണ്ടേ ആൾക്കാർക്ക്? ചുമ്മാ ഗീവവേക്ക് ഇട്ടാ മതിയോ? കൊടുക്കണ്ടേ? കണ്ടോ കണ്ടോ നിങ്ങള്? എങ്ങനെയുണ്ട്? നിങ്ങളിത് കണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ട്. അടിപൊളി സംഭവമല്ല, കുറേ ഉണ്ടല്ലോ. കാരണം ഇത് ചോദിച്ച് എൻ്റെ ഇൻബോക്സ് ഒക്കെ നിറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്നാൽ പിന്നെ കുറച്ച് പേർക്ക്, കാരണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ എന്നാൽ വെട്ടി വെക്കാം. പറഞ്ഞും കണ്ടിക്കുകയല്ലോ. ഫുള്ള് കണ്ടിക്കുക കേട്ടോ. അല്ല, ഇത് കണ്ടിട്ടില്ലെന്നൊക്കെ വേണമെങ്കിൽ അറിയാം. ഇവിടെ നിനക്ക് ഇതിൻ്റെ ആൾക്കാർ ചോദ്യത്തോട് ചോദ്യം. സുമിയുടെ രാവിലെ അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്, റെഡ് കൊടുക്കുന്നുണ്ട്. റെഡിൻ്റെ ഒക്കെ ഭംഗിയുണ്ട്. ഇത് കണ്ടാൽ പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്മാതിരി ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ ഇങ്ങനെ കിടന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ വെച്ച സമയം ഇങ്ങനെയൊക്കെ ഇരുന്ന് എങ്ങനെ വാങ്ങാണ്ടിരിക്കാനാ? എങ്ങനെ ചോദിക്കാതിരിക്കും? അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ നമുക്ക് മനസ്സിലായി അതിൻ്റെ ബുദ്ധിമുട്ട് ആൾക്കാരുടെ. നമ്മൾ 15-ാം തീയതി കൊടുക്കില്ലേ 20 പേർക്ക്? നമ്മൾ 15-ാം തീയതി വിജയികളെ നമ്മുടെ തിരഞ്ഞെടുക്കും. അതായത് ആരാണോ അടിപൊളി കമൻസ് ഒക്കെ ഇട്ടേക്കുന്നത്, ആരൊക്കെയാണോ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്തേക്കുന്നത്, അവരിൽ നിന്ന്, അത് നമ്മുടെ ഫോളോവറും കൂടി ആയിരിക്കണം കേട്ടോ, അവരിൽ നിന്ന് 20 പേര് തിരഞ്ഞെടുത്ത് ഇതിൽ ഓരോ തൈകൾ വീതം അയച്ചു കൊടുക്കും. അതായത് ഒരാൾക്ക് കിട്ടുന്ന 2-ന്റെ ഓരോ തൈകൾ വീതമായിരിക്കും കേട്ടോ. അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? അപ്പോൾ ഇനിയും അതിനകത്ത് പങ്കെടുക്കാത്തവർ, ഗീവവേയിൽ പങ്കെടുക്കാത്തവർ പങ്കെടുത്തോളൂ. ഇനിയും സമയം കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പങ്കെടുത്ത് നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാന്നേ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട് ഗീവവേ. നിങ്ങൾ എന്തായാലും പങ്കെടുത്തോളൂ. അതും വരുന്നുണ്ട്. അതിൻ്റെ കളർ ഒരു വെറൈറ്റി സാധനമാണ്. സർപ്രൈസ് ആണ്. സർപ്രൈസ്. അപ്പോൾ നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. മതിയില്ലേ? ഇന്നത്തേക്ക് ഇത്രയും മതിയോ? ഇന്നത്തേക്ക് ഇനിയുണ്ട് കേട്ടാ. ഇത്ര മാത്രമല്ലേ കേട്ടാ കെട്ടി ചെയ്തേക്കണത്. എവിടെ കാണിയില്ല, അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്ക. റെഡ് കൂടെ കാണിച്ചു. അവർ വിചാരിക്കും നമ്മളിത് ചുമ്മാ പറയുക. ഓ എൻ്റെ പൊന്നോ, ഇതെന്തോ ഇത്? ഒരു ലോഡ് പെറ്റൂണിയെ വെട്ടിക്കൊണ്ട് ഞാൻ പോകും. എന്തിനാന്നറിയാം? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അടിപൊളിയല്ലേ? എനിക്കൊരു സമയത്ത് ഒരു സാധനം കാണിച്ചു കൊടുത്തേക്കട്ടെ. മറിക്ക് നിർത്തന കണ്ട. ഇവരാണ് നമ്മുടെ അടുത്ത കൊടുക്കാനുള്ള താരം. ഇവരെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാം മിടുക്കന്മാരുണ്ടോ? എല്ലാം നല്ല മിടുക്കൻ സാധനങ്ങളാണ്. എങ്ങനെയുണ്ട് നോക്കി? ഇങ്ങോട്ടോ നോക്കി. ഹാങ്ങിങ് പെറ്റൂണിയുടെ വെറൈറ്റികളൊക്കെ പൂത്തിരിക്കുന്നുണ്ടോ? നോക്കിക്ക്. ഹാങ്ങിങ്ങിന്റെ പെറ്റൂണി അല്ല, ഹാങ്ങിങ് വിങ്ക. ഇതുണ്ട് ഒരു കറുമ്പൻ, കാക്കക്കറുമ്പൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുന്ദരനെ. എനിക്ക് വിങ്കയുടെ ഭംഗിയുണ്ടോ? ഒരു രക്ഷയില്ല. ഇതൊക്കെ അസാധ്യ ഭംഗിയായിട്ടോ. ഫുള്ളായി വരുന്ന സമയത്തുണ്ടല്ലോ, ഇതൊരു രക്ഷ ഉണ്ടാവില്ല ഇതിനൊക്കെ കാണാൻ. ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചൊരു വെറൈറ്റിയിലുണ്ടായിരുന്നാണ് കേട്ടോ ഇത്. പിന്നെ വീഡിയോയിൽ കാണിച്ച വേറെ വെറൈറ്റി ഇതായിരുന്നേ. ഇത് കണ്ടോ, ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ വളർന്നുണ്ട്. മൊത്തം നമുക്കൊരു 10-11 ടൈപ്പ് ഉണ്ട്. കണ്ടോ?
പൊളി 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 ഈ അവൻ്റെ രക്ഷയില്ല കേട്ടോ. അവനെ ക്യാമറ കാണുന്നതൊക്കെ അല്ല അവന്റെ ഭംഗി. അതെ അതെ ഇവരിത് എങ്ങനെ ഒപ്പിച്ചെടുത്തേക്കാളോ. അവനെ വീണല്ല, നീ വീണല്ല അവനോടുള്ളത്. ഇവനായിട്ട് ആൾക്കാർ വന്നിട്ട് ചോദിക്കാത്തൊരു ചോദ്യമില്ല കേട്ടോ. വന്നിട്ട് എൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കും. ഒത്തിരി സീഡുണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നു ഇത് കൊടുക്കുന്നുണ്ടോ, പറയുന്ന പൈസ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കൊടുക്കുക, എല്ലാം കൂടെ കൊടുക്കുക.